ഗൈസ്, എന്താണിത്? ശരിക്കും എന്താണിത്? നമ്മളിന്ന് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിട്ട്, നമ്മുടെ അല്ല, എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിട്ടാണ് പോകുന്നത്. അവളുടെ ചേച്ചിയുടെ കല്യാണമാണ്. കല്യാണത്തിന് നമുക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ചേച്ചിക്ക് സർപ്രൈസ് കൊടുക്കാൻ ചേച്ചിനെ വിളിച്ചു പറഞ്ഞ് നമ്മൾ പോണത്. വെറൈറ്റി അല്ലേ? എന്റെ ചേച്ചി ഇന്ത്യയിൽ കൂട്ടുകൂടാൻ എന്റെ കൂട്ടുകാരുമുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. എന്ത് ചെയ്യാനാ, ഞങ്ങളുടെ കൂട്ടത്തിൽ രണ്ടുപേരും കൂടി വരാനുണ്ട്. അവരെയാണ് നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്നത് തത്സമയം. ഞങ്ങൾ ഞങ്ങളുടെ മിസ്സിനെ ബസ്സിൽ വെച്ച് കണ്ടു. മിസ് നമ്മളോട് ഒരുപാട് വർത്താനമൊക്കെ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ മിസ്സിനോട് വർത്താനം പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് ഞങ്ങളുടെ സുഹൃത്തുക്കളിൽ ഒരാളും കൂടി വന്നു ചേർന്നു. ദേ ഇവളാണത്. നോട്ടുകൾ കണ്ടാൽ അവൾ ഡാൻസിന്റെ മുദ്രകൾ കളിക്കുന്നതായി തോന്നുമെങ്കിലും അവൾ അതല്ല പറഞ്ഞത്. ഒറ്റ സീറ്റിൽ 4 പേര്, ആരെ കൊണ്ട് പറ്റും? നമ്മളെ കൊണ്ട് പറ്റും എന്നാണ് പറഞ്ഞത്. ആ ബസ്സിലുള്ളവർ നമ്മൾ പൊതുശല്യമായി പ്രഖ്യാപിക്കുന്നതിനേക്കാൾ മുന്നേ നമ്മൾ ബസ് ഇറങ്ങി, നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി. അങ്ങനെ നമ്മൾ ഇനി അടുത്ത വണ്ടി കയറണം. അടുത്ത വണ്ടി നമ്മൾ കയറി നമ്മൾ അടുത്ത സ്റ്റോപ്പിലെത്തി. ഇനി നമുക്ക് ഒരാളും കൂടി വരാനുണ്ട് നമ്മുടെ കൂട്ടത്തിയിട്ട്. അവൾക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് ഒടുവിൽ അവളും വന്നു. നമുക്കിനി നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിട്ടാണ് പോകാനുള്ളത്. ഇവിടുന്ന് നമ്മൾ ഒരു ഓട്ടോ കയറിയാണ് അവളുടെ വീടിന്റെ അവിടെ വരെ നമ്മൾ പോയത്. ഓട്ടോ കയറി അവളുടെ വീടിന്റെ അവിടെ റോഡുണ്ട്, അവിടം വരെയാണ് നമ്മൾ പോയത്. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി നമ്മൾ വീടിന് അങ്ങോട്ട് നടന്നു. നമ്മളെല്ലാവരും നല്ല വെയിലുള്ളത് കൊണ്ട് നമ്മൾ ഇച്ചിരി സ്പീഡ് കൂട്ടിയാണ് നമ്മൾ നടക്കുന്നത്. എന്ത് ചെയ്യാനാ, വെയിലേ. അത് കഴിഞ്ഞിട്ട് ഈ ചിരിച്ചോണ്ട് തന്നെയില്ലേ, ഇതാണ് കഥയിലെ നായിക. ഇവളുടെ വീട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് സത്യം പറഞ്ഞ ഇവളുടെ വീട്ടിട്ട് വന്നത്. ആദ്യത്തെ പ്രാവശ്യം വന്നു, പക്ഷെ വഴിയൊക്കെ മറന്നുപോയി. പ്രായമായില്ലേ, നല്ല തണുത്ത കാറ്റുണ്ടല്ലേ. അങ്ങനെ നമ്മള് അവളുടെ വീടെത്തി. അങ്ങനെ വീടെത്തി, ഇതാണ് അവളുടെ വീട്. നമ്മളിവിടെ ഹാളിലെത്തി. ഹാളിൽ നമ്മൾ ഇരുന്ന് എല്ലാരും വർത്താനൊക്കെ പറഞ്ഞത്. ഇതാണ് ഹന്ന. അങ്ങനെ ഞാൻ നോക്കുമ്പോ ദേ ചെറിയ ഹന്ന, ദേ വലിയ ഹന്ന. അങ്ങനെ നമ്മൾ വലിയ ഹനീനോടും വർത്താനം പറഞ്ഞു. അങ്ങനെ നമ്മൾ അവളുടെ അമ്മേനോടും ചേച്ചിയോടൊക്കെ വർത്താനം പറഞ്ഞു. നമ്മൾ സത്യം പറഞ്ഞാൽ വന്നത് നമ്മൾ വേറൊരു കാര്യത്തിനാണ്, ചേച്ചിക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണ്. ആ കാര്യം നമ്മൾ നടത്തി. അതാണ്, ചേച്ചിക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തു. ചേച്ചി ഹാപ്പി ആയി നമ്മൾ കണ്ടു. അങ്ങനെ നമ്മൾ ഫുഡും കഴിച്ച് നമ്മൾ കുറെ നേരം ഇരുന്ന് ഗെയിമൊക്കെ കളിച്ചു. ഇമ്പോസ്റ്റർ എന്ന് പറയുന്ന ഗെയിമാണ് കളിച്ച്. ഇപ്പൊ ട്രെൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കളിയാണല്ലോ. അങ്ങനെ നമ്മൾ അത് കളിച്ച് നമ്മൾ കുറെ നേരം ചിരിച്ച് അങ്ങനെ നമ്മൾ എല്ലാവരും ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.